നമുക്കിന്ന് ഒരു മാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കാം. മാങ്ങയുടെ സീസണൊക്കെയാണ്, ചൂട് കാലമാണ്. നമുക്ക് ഒരു ഐസ്ക്രീം ഉണ്ടാക്കി തിന്നുന്നത് പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് മാങ്ങ ഐസ്ക്രീം. അത് പല വിധത്തിൽ ഉണ്ടാക്കാൻ, ഞാനിവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു ഐസ്ക്രീമാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും എടുക്കുമ്പോൾ അധികം നാരില്ലാത്ത മാങ്ങ നോക്കി എടുക്കാവുള്ളൂ, അതാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ നല്ലത്. അപ്പം നമുക്കിനി മാങ്ങയൊക്കെ ഒന്ന് പൂളി എടുത്തുകൊണ്ട് വരണം. ഇതിൻ്റെ തൊലി കളഞ്ഞ് പുളി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഞാൻ ആ മാങ്ങയുടെ എല്ലാം തൊലിയെല്ലാം ചെത്തി വെച്ചിട്ടുണ്ട്. ഈ മാങ്ങയുടെ നിറം കണ്ടിട്ട് ഇത് പച്ചമാങ്ങ എന്ന് വിചാരിക്കേണ്ടത്, നല്ലപോലെ പഴുത്ത മാങ്ങയാണ്. അതിൻ്റെ നിറം പല മാങ്ങയ്ക്ക് പല നിറമല്ലേ. ഇപ്പം ഈ മാങ്ങയുടെ നിറമാണ് ശരിക്കും ഇരിക്കുന്നത്, നല്ലപോലെ പഴുത്ത മാങ്ങയാണ്. ഇനി ഇതിൽ കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പം നമുക്ക് നല്ലപോലെ ഇതിനെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് പൂളി എടുക്കണം. പിന്നെ നമുക്ക് എൻ്റെ ഇതുണ്ടോ, ഇതിവിടെ വെച്ചേക്കുന്നത് അറിയോ, എൻ്റെ ക്യാമറയും ഫോണും കൂടെ കണക്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും എനിക്ക് വീഡിയോസ് ഒന്നും ശരിയാവാത്ത കേട്ടോ, ചിലപ്പോൾ മറന്നു പോകും. ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ ഞാനങ്ങ് മറന്നു പോകും. നമുക്കിനി ഈ മാങ്ങായെല്ലാം ഒരുപാട് വലുതല്ലാത്ത വിധത്തിൽ ഒന്ന് ചെറുതായിട്ട് പൂളി കൊച്ചു കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്കിതിനെ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാൻ. ഞാൻ ആ മാങ്ങ എല്ലാം വേണ്ട പൂളി വെച്ചിട്ടുണ്ട്. അത് പൂളി വെച്ചതിൻ്റെ പകുതി നമ്മൾ തിന്നു തീർത്തു. നല്ല മധുരമുള്ള മാങ്ങ ആയിരുന്നുകൊണ്ട് തിന്നു തീർത്തു. അതിന് ഐസ്ക്രീം ഉണ്ടാക്കാൻ മാത്രം കുറച്ച് മാറ്റി വെച്ചാണിത്. അപ്പം നമുക്കിനി ഇതിനെ ഈ മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഒന്നിച്ചിട്ട് അടിക്കാനൊക്കത്തില്ലാണ്ട് കുറേശ്ശെ ഇട്ട് അടിക്കുകയാണ് ഞാൻ. ആദ്യം മാങ്ങ തന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് പാലാണ് ചേർക്കേണ്ടത്. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് കാണിക്കാം. അപ്പം അതിൻ്റെ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒരുപാട് വേണ്ട, ഒരുപാടങ്ങ് വെള്ളം പോലെ ആയി പോകരുത്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് മധുരം ഉണ്ട് എങ്കിലും ഐസ്ക്രീം അമ്മിച്ച് നല്ല മധുരം വേണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാരകൾ ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ലപോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തേക്ക് മാറ്റുകയാണ്. ഇതുപോലെ എല്ലാം മാങ്ങ അടിച്ചെടുക്കണം. നല്ല നിറം ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, മാങ്ങയുടെ നിറമൊക്കെ. നല്ല ചുമന്ന മാങ്ങയാണെങ്കിൽ, പഴുപ്പം നല്ല ചുവപ്പ് നിറം വരുന്ന മാങ്ങയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയാകും കാണാൻ. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ അരച്ചെടുക്കാം. ഇതിന് ടേസ്റ്റ് മാറ്റം വേണമെന്നുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും എസൻസ്, വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. അതല്ലെങ്കിൽ ഫുഡ് കളർ ചേർക്കാം, നിറം മാറി കിട്ടണമെങ്കിൽ. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഒറിജിനലായിട്ട് മാങ്ങയുടെ കളറിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ വെക്കുന്നതാണ്. നമ്മളിപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്നുകൂടെ മിക്സിയുടെ ജാറിനകത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും, ഒന്ന് പൾസ് ചെയ്തെടുക്കും. അതിന് ശേഷം ഓവർനൈറ്റ് വെച്ചെടുത്ത് രാവിലെ എടുക്കാം. അപ്പം അതായത് നമ്മൾ അടിച്ചു വെച്ചിരുന്ന മാങ്ങ ഐസ്ക്രീം നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. ഇതാണ്ട് ഇത് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല സെറ്റ്, ഒരുപാടങ്ങ് സെറ്റായി ഐസ് കട്ട പോലെ ആവത്തില്ല, അവർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു ബൗളിലേക്കൊന്ന് പകർന്നെടുക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പർ ഐസ്ക്രീം. സൂപ്പർ ഐസ്ക്രീമാണ്. നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് ശരിക്കും മാംഗോ ഐസ്ക്രീം എന്നതിന് പറയാം. നമ്മൾ സാധാരണ മാംഗോ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കടകളിലൊക്കെ കിട്ടുന്നതും നമുക്ക് അതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനൊക്കെ വേറെ സാധനം എന്ന് പറഞ്ഞാൽ പാല് തിളപ്പിച്ച് കസ്റ്റേർഡ് പൗഡറൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ കുറച്ച് അതിൻ്റെ ആവശ്യത്തിനുള്ള ഫ്ലേവർ വരത്തക്ക രീതിയിൽ അതിനകത്ത് കുറച്ചിട്ടിട്ട് അതോട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ മാംഗോ ഐസ്ക്രീം, അത് ശരിക്കും നല്ല കട്ടയായിട്ടിരിക്കുന്ന മാംഗോയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീം ആവും.
ഇത് ശരിക്കും മാംഗോ മാത്രമാണ്, കൂടുതലും മാങ്ങ മാത്രമാണ് ചേർത്തേക്കുന്നത്. പാലും പഞ്ചസാരയും കുറേശ്ശെ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ ഇതിനകത്ത് പാലിന് പകരം തൈര് ചേർക്കാം, അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം, അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനിത് പാലാണ് ചേർത്തുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് പാലും പഞ്ചസാരയും ഒന്നും ചേർക്കാം. നല്ല പഴുത്ത മാങ്ങ നല്ലപോലെ അരച്ച് ഫ്രീസറിനകത്ത് സൂക്ഷിച്ചിട്ടാൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കതിൽ ആവശ്യത്തിന് കുറച്ച് പാലിനകത്ത് ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിനിട്ട് ഒന്നുകൂടെ മിക്സിക്കകത്ത് അടിച്ച് പഞ്ചസാരയും ചേർത്തെടുത്താൽ അവർക്ക് നല്ല മാംഗോ ഷേക്കായിട്ടോ മാംഗോ ജ്യൂസായിട്ടോ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റിയ വിഭവമാണ്. ഇനി ഞാൻ ഇത് പിള്ളേർക്കൊന്ന് കൊടുത്തു നോക്കാം, അവരെന്ത് പറയുമെന്ന് നോക്കട്ടെ. ഇതാ എടുത്ത് കഴിച്ചത്, എന്നിട്ട് ടേസ്റ്റ് പറഞ്ഞു കൊള്ളാവോ എന്നൊക്കെ പറഞ്ഞു. നീ എന്താണ് തക്കുടൂനെ അങ്ങ് പറഞ്ഞു വെച്ചില്ലയോ? തക്കുടൂനൊക്കെ വിളിച്ചാൻ പറ്റണോ? തക്കുടൂനും കൊടുക്കരുതായിരുന്നു. കൊള്ളാവോ? എന്തോ സാധനം? മാങ്ങയുടെ ഫ്ലേവറുള്ള എന്തോ സാധനം അത്? ഐസ്ക്രീം. കൊള്ളാവോ? സൂപ്പറാണോ സാധനം? എന്നാലും കഷ്ടമായി ഇപ്പം തക്കുടൂനെ പറഞ്ഞു വെച്ചത്. ഞാൻ തക്കുടൂനെ കണ്ടോണ്ടാ വിളിക്കാൻ വന്നേ. അമ്മയുടെ സംഭവം സൂപ്പറാട്ടോ, നല്ല കിടക്കാച്ച സംഭവം, സൂപ്പർ സംഭവം കേട്ടോ. നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് നല്ലതാണോന്ന് കമന്റിലും. ഇത് ആര് രഹസ്യം പറയുന്നോ? നീ വല്ല പറയുന്നെങ്കിൽ ഉറക്കെ പറയണം. ഓക്കേ. അപ്പോൾ അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ സംഭവമാണ്. മാങ്ങ മാത്രം കൊണ്ട് മാങ്ങയുടെ ഒറിജിനൽ രുചിയിൽ ഒരു ഐസ്ക്രീം. ഇതിനകത്ത് മറ്റൊന്നും ചേർക്കാതിരിക്കാൻ നല്ല കുറച്ച് പാലും പഞ്ചസാരയും മാത്രം ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കാമെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ചൂട് കാലത്ത് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. മാങ്ങ ഉള്ളവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്യുക. വളരെ എളുപ്പം ഉണ്ടാക്കാൻ ഒക്കുന്നതാണ്. നമുക്കിനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ബൈ.